തന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്ന നായൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ദൈവം തമ്പുരാനെ താൽക്കാലികമായ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ വേർപെട്ട് ഈ വ്യർത്ഥ ലോകത്തു നിന്ന് യാത്രയായിരിക്കുന്നു ഈ സഹോദരന്റെ ആത്മാവ് പുനരുദ്ധാന ദിവസം വരെ ആശ്വാസവും സന്തോഷവും ആനന്ദവും നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നിന്റെ വിശുദ്ധമാലാഹമാരാൽ നയിക്കപ്പെടുവാനും അവിടെ വെച്ച് മുഖപ്രസന്നതയോടുകൂടെ നിന്നെ എതിരേൽക്കുവാനും സംഗതിയാക്കണമേ. പോൽ ഞാൻ വിസ്മൃതനായി. പാത്രം പോലായേ ഞാൻ എന്നാത്മമെടുക്കാൻ അവരൊത്തു. ബാറിക്കുമാർ ശുഭഹോല ബോല ബറോവൽ റൂഹോ ഗാനീശോമൻ സുത്തമനെ കരുണാപൂർണ വിധിയേൽക്കരുതേ. നിന്നടിയാതിനു മുൻപിൽ ജയമാർന്നോന വിധി ചെയ്യല്ലേ നീ അവരെ കർത്താവേ. അവരെ ഞാൻ ജീവിപ്പിക്കണം നിന്നെ. എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും ആരാധനയും പ്രഭയും പൂഴ്ചയും അനശ്വരമായ നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മിതാവായവയുടെ ശരണവും സൃഷ്ടിയുടെ വൃത്തിയാശയും കബറടക്കപ്പെട്ടവരുടെ പുനരുദ്ധാനവും മരിച്ചുപോയവരുടെ ഉയർപ്പും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയാലിരിക്കുന്നവരുടെ ധൈര്യവുമായ കർത്താവിന്റെ സ്തുതി. തന്റെ ദാസന്റെ ഈ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് സകല പെരുന്നാളുകളിൽ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ
സ്തുതിയും ബഹുമാനവും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. മഹാകാരുണ്യവാനും സത്യവാനും മരണമില്ലായ്മയുടെ പ്രഭയും ജീവനും ഉറവയും സകലത്തിന്റെയും സൃഷ്ടാവും ലോകത്തെയും അതിലെ അവസ്ഥാന്തരങ്ങളെയും ക്രമീകരിക്കുന്നതുമായ കർത്താവ്, നീ ഭയങ്കരനും നിന്റെ കൽപ്പനയിൽ മഹനീയനും ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനുമായിരിക്കുന്നുവല്ലോ. യാതൊരു രഹസ്യങ്ങളും നിന്റെ ദിവ്യാദൃഷ്ടിക്ക് ഗോചരമല്ലോ. ആത്മാക്കളുടെ ആഴവും ഹൃദയങ്ങളും തിരുസന്നിധിയിൽ രഹസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അപരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ ദുർഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ മായ്ച്ചു കളയുവാൻ മനുഷ്യ സംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനായിട്ട് യേശുമിശിഹായ എന്ന നിന്റെ വാത്സല്യപുത്രനെ ലോകത്തിലേക്ക് നീ അയക്കുകയും താല്പര്യമുള്ള സകല ആത്മാക്കൾക്കും രക്ഷയും മരണമില്ലായ്മയും അവൻ പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ക്ലേശപൂർണമായ ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠവും മനശ്വരവുമായ ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു. കർത്താവും ഇരുലോകങ്ങൾക്കും അധികാരിയായുള്ളവയും ഈ താൽക്കാലിക ജീവിതമാകുന്ന പരദേശവാസത്തിൽ നിന്ന് വേർപെട്ട് യാത്രയായിരിക്കുന്നു ഈ നിന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ അപേക്ഷകളും പ്രാർത്ഥനകളും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങളിൽ വസിപ്പിക്കുന്നവരായ സമാധാന മാലാഖമാർ മൂലം ഇവന്റെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. കാരുണ്യവാനേ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്നും ഇവന്റെ ആത്മാവിനെ രക്ഷിച്ചു കൊള്ളണമേ. എതിരാളിയുടെ ബന്ധനത്തിൽ നിന്നെ വിടുത്തണമേ. തിരുനാമ ഭക്തരും തിരുവിഷ്ടം ആചരിക്കുന്നവരുമായവരെ ചുറ്റി നിൽക്കുന്നത് പോലുള്ള സേനകൾ ഇവന് ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യ പ്രീതിയാൽ ഇവന്റെ പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കപ്പെടണമേ. ഇവന്റെ തെറ്റുകളെ നിന്റെ ദയാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവന്റെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ വലം കൈ ഇവന് നീട്ടിക്കൊടുത്തു രണ്ടാം മരണമാകുന്ന ചുടിയിൽ നിന്നായി ഇവനെ ഉദ്ധരിച്ചുകൊള്ളണമേ. അദൃശ്യനായ നിന്റെ ശക്തിയാൽ ഇവനെ സഹായിക്കണമേ. പിശാചുക്കളുടെ ഭയങ്കരമായ ഒളിവിടങ്ങളിൽ നിന്നായി ഇവനെ രക്ഷിച്ചുകൊള്ളണമേ. ഇവന്റെ പ്രമാണ ലംഘനങ്ങൾക്ക് തക്ക പോലെ ഇവനെ നീ വിധിക്കരുത്. തിരുസന്നിധിയിൽ സർവരും കുറ്റക്കാർ തന്നെയാകുന്നല്ലോ. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കരുണമേ. ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നതായ തിരുനാമത്തെ നിന്റെ മഹാകരുണയെ ഞങ്ങളിൽ ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുണ്ടായ നിന്റെ ഏകജാതന്റെ വിഷാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഇവന്റെ മേലൊതുക്കുമാറാകണമേ. ഈ സഹോദരൻ വിശ്വസിച്ചതായ ജയമുള്ള സ്ലീബാ ഇവനെ വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശ സ്തംഭമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താൻ തന്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ ലഭിച്ചു പോകത്തക്കവണ്ണം നിന്റെ കരുണായും ഉണ്ടാകുമാറാകണമേ. കാരുണ്യവാനായ കർത്താവേ, തിരുനാമ ഭക്തന്മാർക്കുള്ള അനുഗ്രഹീത ഭവനങ്ങളിൽ എത്തുന്നവരെ നിന്റെ ആസന നീ കോട്ടയും അനുയായും കാവൽക്കാരനും സഹായമായിരിക്കണമേ. എവിടെ ആചന്ദ്രമില്ലാത്ത നിന്റെ മഹിമയിൽ ഇവൻ ആനന്ദിക്കുമാറാകണമേ. അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ ഇവന് സംഗതിയാക്കണമേ. കർത്താവേ, നിന്റെ ആരാധകരായ ഞങ്ങളെല്ലാവരെയും ഇവകൾക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെടിപ്പുള്ളതും ആനന്ദകരവും പാപരഹിതവുമായ ജീവിതത്താൽ അന്ധകാരത്തിന്റെ ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണ ഞങ്ങൾ അനുഭവിക്കുവാനിടയാകണമേ. കാരുണ്യവാനായ ദൈവം തമ്പുരാനെ, നിന്റെ കരുണാദൃഷ്ടിയിൽ ഞങ്ങളെ കടാക്ഷിച്ച്
വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും ായിരിക്കുന്നവർക്ക് മുഖപ്രസന്നത നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്ന ഏവർക്കും ഏത് സ്ഥാനത്തും അവനവന്റെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയുമായിരുന്നുകൊണ്ട് അവരുടെ മുഖത്തു നിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ അഭിഷിക്തനുള്ള പ്രത്യാശയിൽ മുൻപ് കൂട്ടി നിന്റെ അടുക്കിലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും മഹനീയവുമായ അവിടുത്തെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ പിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെല്ലാവരെയും വഹിച്ചിരിക്കുന്ന നിന്റെ കൃപയാൽ ഭാഗ്യകരമായ ഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷതയെ ലജ്ജാരഹിതമായ പ്രസന്നമുഖങ്ങളോടുകൂടി എതിരേൽക്കുവാനടിയങ്ങളും കാത്തിരിക്കുന്നു. കാരുണ്യവാനെ, മുൻകൂട്ടി പ്രാപിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായ രക്ഷിതരും അവിടുത്തെ കർത്തൃത്വത്തിന് ദാസനുമായ ഞങ്ങളെല്ലാവരും ആചന്തമില്ലാത്ത നിന്റെ രാജ്യത്തിൽ വന്യവും ഗ്രഹണാതീതവുമായ നിന്റെ നാമത്തെയും നിന്റെ ഏകജാതനെയും നിന്റെ പരിശുദ്ധ റുഹായെയും സ്തുതിച്ച പുകഴ്ത്തുവാൻ യോഗ്യരായി തീരണമേ. Menalona kabel husid khawabish rukuna dhoy matraihun ol melalam olmin maranam rabit shari poyonam lasarine kabarina vanam shreena sushkavin ajna dhani udhanam khavivase pradayeti shetum യോശാഫാത്തിൽ സാനുധാനത്തിൽ അരജനിരിക്കും ദ്രോണോസിൽ സത്യവിധിക്കായി തലമുറകൾ വന്നിടും. നാദാ സർവേശ എന്നേലും നാളിൽ കാരുണ്യം ചെയ്യണം. കാരുണ്യവാനായ ദൈവം തമ്പുരാനെ, നിന്നിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ സുഗന്ധധൂപം ഞങ്ങൾ അണയ്ക്കുകയും നിന്റെ കർത്തൃകൽപ്പനകളാൽ ഇവിടെയുള്ള ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിയിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പിശാചുക്കളുടെ കഠിനാബന്ധനത്തിൽ നിന്നും അന്തരീക്ഷവാസികളും അദൃശ്യരുമായ ശത്രുക്കളുടെ വഞ്ചകാഗണത്തിൽ നിന്നും ഈ ആത്മാവ് രക്ഷിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ നിത്യദൈവമേ, ഈ ആത്മാവയാത്ര ചെയ്ത് നിന്റെ വിശുദ്ധന്മാരുടെ ആലയങ്ങളിലും ജീവനുള്ളവരുടെ ഭക്ഷണത്തിൽ ചെന്ന് ചേരുവാൻ ഞങ്ങളുള്ള നിന്റെ മഹാകരുണയാൽ സംഗതിയാക്കുകയും ചെയ്യണമേ. മോറം മാലൂഹാൻ നീതിയോടെ നിങ്ങളുടെ ഹൃദയത്തെ ഉണർത്തുവിൻ. നിങ്ങൾ പാപം ചെയ്യരുത്. ദൈവത്തെ കുറിച്ച് അറിവില്ലാത്ത ചിലരുണ്ട്. നിങ്ങളെ ലജ്ജിപ്പിക്കുവാനായിട്ടാകുന്നു ഞാൻ പറയുന്നത്. നിങ്ങളിൽ ഒരുവൻ മരിച്ചവർ എങ്ങനെ പുനരുദ്ധാനം ചെയ്യുമെന്നും ഏത് ശരീരത്തോടുകൂടി വരുമെന്ന് ചോദിച്ചേക്കാം. ബോഷ, നീ വിതയ്ക്കുന്ന വിത്ത് ക്ഷയിക്കുന്നില്ല എങ്കിൽ മുളയ്ക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാൻ പോകുന്ന ശരീരമല്ല,
ഗോതമ്പിന്റെയോ യവത്തിന്റെയോ മറ്റ് വിത്തുതരങ്ങളുടെയോ വെറും പണിയത്രേ. എന്നാൽ ദൈവം യഥേഷ്ടം അതിനെ ശരീരത്തെ കൊടുക്കുന്നു. വിത്തുകളിൽ ഓരോന്നിനും അത് അതിന്റെ സ്വാഭാവിക ശരീരത്തെ കൊടുക്കുന്നു. എന്തെന്നാൽ എല്ലാ ശരീരവും ഒരുപോലെയല്ല. മനുഷ്യന്റെ ശരീരം വേറെ, മൃഗങ്ങളുടെ ശരീരം വേറെ, പക്ഷികളുടെ ശരീരം വേറെ, മത്സ്യങ്ങളുടെ ശരീരം വേറെ, സ്വർഗീയ ശരീരങ്ങൾ വേറെ. ഭൗതിക ശരീരങ്ങളുമുണ്ട്, എന്നാൽ സ്വർഗീയരുടെ തേജസ് വേറെ, ഭൗതികരുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. ഒരു നക്ഷത്രം മറ്റൊരു നക്ഷത്രത്തെക്കാൾ തേജോമയമായിരിക്കുന്നു. അപ്രകാരം തന്നെയാകുന്നു മനുഷ്യരുടെ പുനരുദ്ധാനവും. ദ്രവത്വമുള്ളത് വിതയ്ക്കപ്പെടുന്നു, അക്ഷയമായി ഉദ്ധാനം ചെയ്യുന്നു, തുച്ഛമായി വിതയ്ക്കുന്നു. രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗീയനായ കർത്താവുമാകുന്നു. മൺമയൻ എങ്ങനെ ഇരിക്കുന്നുവോ അങ്ങനെ തന്നെ മൺമയനും, സ്വർഗീയൻ എങ്ങനെയോ അങ്ങനെ ഇരിക്കും സ്വർഗീയനും. അത്ര പെട്ടെന്ന് നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവർ അക്ഷയമായി പുനരുദ്ധാനം ചെയ്യുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. എന്തെന്നാൽ നശ്വരമായത് അനശ്വരാവസ്ഥയെയും മർത്യമായത് അമർത്യതയെയും ധരിക്കുവാൻ പോകുന്നു. അമിനാഹായ് ബാറക്മോ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രീതിപ്പെട്ടിടണമേ അടിയാരിൽ കൃപയാൽ ഇവരെ രക്ഷിക്കുക. മടക്കത്തോടും ഭയത്തോടും നമ്മൾ നിന്നുകൊണ്ട് നമ്മളും വാങ്ങിപ്പെടുന്ന കർത്താവായ ദൈവത്തിന്റെ ജീവൻ വചന അറിയിപ്പിനെ നാം കേൾക്കണം. യേശുദമ്പരാനാകട്ടെ അവരോട് പ്രകാരം പറഞ്ഞു, ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതായി കാണുന്നതല്ലാതെ പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയില്ല. എന്തെന്നാൽ പിതാവ് ചെയ്യുന്നവയെ അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവയിലുപരിയായിട്ടുള്ള പ്രവൃത്തികളെയും അവന് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്നത് പോലെ തന്നെ പുത്രന് തനിക്ക് ഇഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെയും ബഹുമാനിപ്പാനായിട്ട് പിതാവ് ഒരുവൻ വിധി നൽകാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ പിതാവിനെ ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് യേശുവിനെ വിശ്വസിക്കുന്നവനാ നിത്യജീവനുണ്ട്. അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണത്തെ വിട്ട് നിത്യജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്നതുമായ സമയം വരുന്നു. അത് ഇപ്പോൾ തന്നെയുമാകുന്നു. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടായിരിക്കാൻ തക്കവണ്ണം വരം കൊടുത്തിട്ടുണ്ട്. ന്യായവിധി കൂടിയും നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അവൻ മനുഷ്യപുത്രനാകുന്നു. ശവക്കല്ലറകളിൽ സ്ഥിതി ചെയ്യുന്നവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ
ജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ ദണ്ഡവിധിക്ക് വേണ്ടിയും പുനരുദ്ധാനം ചെയ്യുന്ന സമയം വരുന്നു. ആയതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട എന്ന് നമ്മുടെ കർത്താവ് താൻ കൽപ്പിച്ചരുളി ചെയ്തു. ബാരക്കുമാർ നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും കൂടെ യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറിയലായിസോൻ എന്ന് ഏറ്റു ചൊല്ലണം. ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ളവനും മരണത്തിന്റെയും വിയോഗത്തിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവ്വജനങ്ങളുടെയും ദൈവമായ മിശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ഉൾപ്പെടാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തവനായ മിശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിക്കുന്നവന്റെയും മരണഗതി കാലിൽ തുടങ്ങി തലവരെ എത്തുന്നതിനിടയ്ക്ക് അവന്റെ മനസ്സനുതാപത്തിലേക്ക് ഹൃദയപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ജ്ഞാനസമ്പൂർണമായ മനുഷ്യാവതാര കാലത്ത് കൽപ്പിച്ച് ക്രമീകരിച്ചവനായ മിശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ ആകൽക്കറുടെയും സൈന്യങ്ങളുടെയും ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി രക്ഷിച്ചവനായ കർത്താവേ, ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്ന് ഈ ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ നിരക്ഷിച്ച് സ്വർഗീയ ഊർജ്ജമെത്തിക്കുമാറാകണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ എതിരെ ഏൽപ്പിനായി പുറപ്പെടുകയും സകല പരിശുദ്ധന്മാരും ഒന്നിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യത്തക്കവണ്ണം സന്തോഷപ്രദമായ നിന്റെ പുനരുദ്ധാനത്തിന്റെ പ്രകാശരശ്മികളാൽ ഞങ്ങൾ എല്ലാവരുടെയും ആത്മാക്കളെ പ്രശോഭിപ്പിക്കണമേ. നാം 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് ഏറ്റു ചൊല്ലണം. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ UK ഭദ്രാസനത്തിന്റെ പാത്രിക്കൽ വികാരിയായ അഭ്യുന്നയ അന്തിമോസ് മാത്യൂസ് മാർ മെത്രാപ്പോലിത്തായിൽ നിന്നും നൽകിയിരിക്കുന്നതായ അനുശോചന കൽപ്പന ഇപ്പോൾ വായിക്കുന്നു. നമുക്ക് എത്രയും സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന UK പാത്രിക്കൽ വികാരിയേറ്റിലെ ഡർബി മാർ ബസിലിയസ് യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് കോൺഗ്രിഗേഷനിലെ വികാരി, ബഹുമാനപ്പെട്ട സിജു വർഗീസ് കമ്മമ്പള്ളി കശിശായ്ക്കും പള്ളി ഭരണസമിതി അംഗങ്ങൾക്കും വിശ്വാസികൾക്കും വാഴ്വ്. പ്രിയരെ, നമുക്ക് ഏറെ പ്രിയങ്കരനായിരുന്ന മോളെപ്പറമ്പിൽ സിബിയുടെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന ഈ വേളയിൽ ആശ്വസിപ്പിക്കുന്നവനായ ദൈവം നിങ്ങളോടുകൂടി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് ആ നിത്യജീവനുണ്ട്. അവൻ ശിക്ഷാവിധിയിലേക്ക് വരികയില്ല, എന്നാലോ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മാറിയിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5:26. മരണം ഒരു അവസാനമല്ല എന്നും മരണമെന്ന വാതിൽ കടന്ന് ജീവനിലേക്ക് പ്രവേശിക്കുമെന്നുള്ള പ്രത്യാശ കർത്താവായ യേശു മിശിഹാ നൽകുന്നു. വടകര സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായും പ്രത്യേക യുകെയിൽ നമ്മുടെ ഇടവകയുടെ ആത്മീയ ജീവിതത്തിൽ ശ്രദ്ധേയമായ സാക്ഷ്യം നൽകിയ സിബിയുടെ വേർപാടിൽ ദുഃഖിക്കുന്നതായ സഹധർമ്മിണി അനു സിബി മോളെപ്പറമ്പിൽ, മക്കളായ ജോൺസ് കറിയ, മാർക്കസ് കറിയ, കുടുംബാംഗങ്ങൾ എന്നിവരോട് പരിശുദ്ധ സഭയ്ക്കും പ്രത്യേക UK പാത്രിക്കൽ വികാരിയേറ്റിനു വേണ്ടി അനുശോചനം രേഖപ്പെടുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അന്തിമോസ് മാത്യൂസ് മെത്രാപ്പോലീത്തായിൽ നിന്നും മുദ്ര. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
പാത്രികറ്റ് അരമനയിൽ നിന്നും 24/2020. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമുക്ക് ഏറ്റവും സങ്കടമുള്ളതായൊരു ദിവസമാണ് ഈ ദിവസങ്ങളിലെല്ലാം നാം നമ്മിൽ വാങ്ങിപ്പോയിരിക്കുന്ന ഈ മകന്റെ ആത്മാവിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആത്മാവിന് നിത്യശാന്തി നേരുന്നു. സിബിയെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ ഈ ഡർബി യാക്കോബായ സുറിയാനി പള്ളി ഏറെ മാതൃകാപരമായിട്ട് എല്ലാ സർവീസുകളിലും മുടങ്ങാതെ വരികയും ആത്മാർത്ഥമായി ശുശ്രൂഷകളെല്ലാം പങ്കെടുക്കുകയും ചെയ്ത വ്യക്തിയാണ്. പള്ളിയുടെ മുൻ മാനേജിംഗ് കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാ ശുശ്രൂഷകളിലും ആദ്യോടന്തം സെർവ് ചെയ്യുന്നതിനേക്കാൾ മറ്റുള്ളവരെ സെർവ് ചെയ്യുവാനായിട്ട് അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എല്ലാവരെയും എല്ലാ കാര്യങ്ങളിലും സഹായിച്ച് ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും അവസാനിപ്പിച്ച് മാത്രമേ അദ്ദേഹം മടങ്ങിപ്പോകാറുള്ളൂ. കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സുറിയാനി സഭയ്ക്ക് ഒരു അനുഗ്രഹമാണ് ഈ കുടുംബം. തിരിച്ചേട്ടൻ നാട്ടിലായിരിക്കുമ്പോഴും വടകരയിൽ സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ പോൾ തോമസ് അച്ഛൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഏറെ ആത്മാർത്ഥമായ പള്ളിയോട് സഹകരിച്ച് പ്രവർത്തിച്ചു വന്നിരുന്നതായ അവിടുത്തെ മാനേജിംഗ് കമ്മിറ്റി അംഗം കൂടി ആയിരുന്നുവല്ലോ. ലോകത്തുള്ള അനേക ദൈവജനങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആത്മാവിന് നിത്യശാന്തി നേരുകയും ചെയ്യുന്നു. പ്രത്യേക സാഹചര്യമായതുകൊണ്ട് എല്ലാവർക്കും വരുവാനോ കൂടിച്ചേരുവാനോ കാണുവാനോ സാധിച്ചില്ല എങ്കിൽ കൂടി എല്ലാവരും ദൂരെ നിന്നും ചാരി നിന്നുമായിട്ട് പ്രത്യേകം പ്രാർത്ഥനയോടെ ഓർത്ത് കാത്തിരിക്കട്ടെ. വീണ്ടും സ്വർഗരാജ്യത്തിൽ അദ്ദേഹത്തിന്റെ ആത്മാവിനോടുകൂടി നാമും സ്വർഗരാജ്യത്തിലായിരുന്നു കർത്താവിന് സ്തുതി പാടുവാൻ ഇടയാക്കട്ടെ എന്ന് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ സങ്കട സാഹചര്യങ്ങളിൽ ഈ കുടുംബത്തോട് ഒപ്പം ആയിരുന്ന് ഈ വേദനകളിൽ ഷെയർ ചെയ്ത അഭിമന്യ പിതാക്കന്മാരായ UK ഭദ്രാസനത്തിന്റെ അഭിമന്യ പിതാവായ അന്തിമോസ് മാത്യൂസ് മെത്രാപ്പൊലീത്തയോടും അഭിമന്യ ഇബ്രാഹാം മാർ സേവ്യറിയസ് തിരുമനസിനോടും അഭിമന്യ കുര്യാക്കോസ് മാർ യൂസേബിയസ് തിരുമനസിനോടും അഭിമന്യ ആത്തിസ് മാർ അന്തിമോസ് തിരുമനോടുമുള്ള ആ കടപ്പാടും നന്ദിയും ഇപ്പോൾ അറിയിക്കുന്നു. UK പാത്രികേറ്റിലെ അനേക പള്ളികള്, ബഹുമാനപ്പെട്ട വൈദികര്, പള്ളി ട്രസ്റ്റിമാര്, സെക്രട്ടറിമാരെല്ലാം അനുശോചനം അറിയിച്ചത് നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിന്നെ താങ്കും തണലുമായിട്ട് ഈ ശുശ്രൂഷകളിൽ സംബന്ധിച്ച് സഹകരിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ആത്മാവിന് ദൈവം നിത്യശാന്തി നൽകട്ടെ. സമാധാന ദൂതനായ പരിശുദ്ധ റൂഹ എഴുന്നള്ളി വന്ന് ഈ മക്കൾക്ക് യഥാർത്ഥമായ ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇനിയുള്ള ജീവിതകാലം മുഴുവൻ കർത്താവിന്റെ വലങ്കൈ അവരോടുകൂടിയായിരുന്ന് അവരെയും നമ്മെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വത്സലരേ ദൂരത്തെന്തിനു നിൽക്കുന്നേ അറിവരിൻ സ്ലോമോദരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ സങ്കടകീർത്തനമേ പേർക്കായി പാടിടുവിൻ പ്രതിപാതാളകവായതൻ ബന്ധിച്ചെന്നെ മരണത്തിൻ ദൂതൻ പിറകെ വന്നപ്പോൾ ചുറ്റും
സകലരെ സത്യം ഭയമായിടുന്നേ. കഠിനഭയത്താലെന്നകതാ ഇളകിടുന്നു. ജഗദീരക്ഷകനാ മസിഹാനൃപനൻപേ കാൽവിട്ടതിനാൽ പോകുന്നേ സങ്കടപൂർവ്വം. ഭുവനനിവാസികളെ ശുഭമൊഴുവാണിടുകേ. ലോകനായകനാകില്ല കാലം മൂലം പോകുന്നേ നൽകാൻ എന്റെ കടക്കെല്ലാം. സർവ്വരഹസ്യവിനീശന്തൻ തിരുസന്നിധിയിൽ വൈരൂപ്യം സുമുഖ ഏതും ഹൃദയേ നീ സ്നേഹിതനോടുമോദിപ്പോനെ കേൾപ്പിക്കും. അമ്മിനി നിൻ ഭരണം ദുഃഖിതരേ സൗരഭയാൽ മോഹിപ്പിക്കും നാഥൻ ധന്യൻ. വാഴോഴിയിലുയരും ശുശ്രൂഷാനപ്പൂക്കൾ വസ്ത്രം കൈപ്പണിയല്ലാത്തതു ചാർത്തിയിടുമ്പോൾ ആദാമകൾക്കായി ഋതുവിശ്വാസീത വസ്ത്രമുയർപ്പിൽ ചാർത്തിയിടും പുണ്യാത്മാക്കൾ. ഇപ്പോഴായി ഭവനത്തിൽ പ്രത്യേക പ്രാർത്ഥനയോടുകൂടിയിട്ട് ആത്മാവിനെ ഓർത്ത് പ്രാർത്ഥിക്കും. അതിനുശേഷം എല്ലാവരും നമ്മുടെ സെമിത്തേരിയിലേക്ക് പ്രാർത്ഥനയോടുകൂടി പോയി ബാക്കിയുള്ള ശുശ്രൂഷകൾ അവിടെ വെച്ചായിരിക്കും ക്രമീകരിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥനയോടുകൂടിയിട്ട് ബെഡ്റൂമിൽ ആത്മാവിന് വേണ്ടി പ്രത്യേക ധൂപ പ്രാർത്ഥന നടത്തപ്പെടുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇത്രയും ബഹുമാനപ്പെട്ട സിജോച്ചൻ, ഡെർബി പള്ളി ഇടവാംഗങ്ങളെ, ഇത്രയും ബഹുമാനപ്പെട്ട പ്രദർശനത്തിലേക്ക് വാങ്ങിപ്പോയ സിബിച്ചേട്ടൻ്റെ കുടുംബാംഗങ്ങളെ, അദ്ദേഹത്തിൻ്റെ മാതൃ ഇടവകയായ വടകര സെൻറ്റ് ജോൺസ് പള്ളി ഇടവാംഗങ്ങളെ, വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ആ വന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല എന്നുള്ള നമ്മുടെ കർത്താവിൻ്റെ ആ വലിയ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആണ് നാം കർത്തൃസന്നിധിയിൽ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുന്നത്. ഇങ്ങനെ ജീവിക്കുന്ന അവസരത്തിൽ മരണം ഒരു അനിവാര്യതയായിട്ട് നമ്മിലേക്ക് കടന്നു വരും. അത് നമ്മുടെ ഒരു അവകാശമാണ്. ജനിച്ച എല്ലാ വ്യക്തിയുടെയും അവകാശമായിട്ട് മരണം നമ്മെ മാടി വിളിക്കും. അതെപ്പോഴാണോ എവിടെയാണോ വരുന്നത് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കില്ല. പരിശുദ്ധനായ യാക്കോബ് ശ്ലീഹ ഇപ്രകാരം പറയുന്നു: എപ്പോഴോ എവിടെയോ തിരുമനസ്സാകുന്ന പോലെ ഞങ്ങളുടെ പിഴകളെക്കുറിച്ചുള്ള ലജ്ജ കൂടാതെ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ നീ കൂട്ടിച്ചേർക്കണമേ. അതുതന്നെ എപ്പോഴാണോ എവിടെയാണോ എപ്രകാരമാണോ എന്ന് നമുക്ക് അറിയുവാനായിട്ട് സാധ്യമല്ല. അത് എപ്പോഴാണെങ്കിലും എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മുടെ പിഴകളെക്കുറിച്ചുള്ള ലജ്ജ കൂടാതെ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പാർശ്വങ്ങളിൽ ചേരുവാൻ നമ്മയും യോഗ്യരാക്കണമേ എന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ച് അവനോടൊപ്പം ആയിരിക്കുന്ന, അല്ലെങ്കിൽ അവനിൽ
അവനെ ധരിച്ചിരിക്കുന്ന നമ്മുടെ 5-ാം തിരുത്തേനിൽ നമ്മൾ ഇപ്രകാരമാണ് പറയുന്നത്, നമ്മുടെ കർത്താവിനെ ധരിച്ചവരായ ഞങ്ങളുടെ പിതാക്കന്മാർ എന്ന് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനം ഇതാണ്: അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, അല്ലാത്തവനിൽ ജീവനില്ല. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യാതിരുന്നാൽ നിനക്ക് ഉള്ളിൽ ജീവൻ ഇല്ല. കാരണം ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കർത്താവാണ്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. മാർത്തയുടെയും മറിയുടെയും ഭവനത്തിൽ വെച്ച് പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. അതോടൊപ്പം തന്നെ പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എല്ലാ സ്ഥലത്തും കർത്താവ് സ്ട്രെസ് ചെയ്ത് പറയുന്നത് ഞാനാണ് ജീവൻ. അപ്പോൾ ആ ജീവൻ മാറിപ്പോകുന്ന അവസ്ഥയ്ക്ക് നമ്മൾ മരണം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇപ്രകാരം സംഭവിച്ചിരിക്കുന്ന ഈ ശാരീരിക മരണത്തെ മരണമെന്ന് വിളിക്കുവാനായിട്ട് സാധ്യമല്ല. അതൊരു മരണമല്ല, അതൊരു മാറ്റപ്പെടൽ മാത്രമാണ്. കർത്തൃസന്നിധിയിലേക്ക്, അബ്രഹാമ്യ മടികളിലേക്ക് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് തുടങ്ങിയ പിതാക്കന്മാർ അവരുടെ ജീവിതത്തിലൂടെ കർത്താവിനെ ധരിച്ചതുകൊണ്ട്, കർത്താവിനെ സ്വീകരിച്ചതുകൊണ്ട്, അവൻ്റെ ഉപദേശങ്ങൾ പ്രകാരം അവൻ്റെ നാവ് പോലെ അവരായിത്തീർന്നതുകൊണ്ട് അവർക്ക് അത്രമാത്രം ശ്രേഷ്ഠമായ സ്ഥാനം സ്വർഗത്തിൽ നൽകിയിരിക്കുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ സഭ അബ്രഹാമെ മടികളിൽ എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ അബ്രഹാമെ മടികളിലേക്ക് ചേർക്കപ്പെട്ടു. നാമും ഒരിക്കൽ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്ക് വെളുപ്പിക്കപ്പെട്ടവർ എന്ന ആ വലിയ പദവിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ പാടുവാൻ നമുക്കും ഒരു അവസരം ലഭിക്കട്ടെ. അതിനുവേണ്ടി നമുക്കും ഈ സഹോദരനോടൊപ്പം അവിടെ ആയിരിക്കാൻ നമുക്കും ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ബലഹീനനായ ഞാൻ ശുശ്രൂഷിക്കുന്ന ഓക്സ്ഫോർഡ് സെൻറ്റ് പീറ്റർ ആൻഡ് സെൻറ്റ് പോൾസ് ഇടവകയുടെയും അതോടൊപ്പം തന്നെ കേംബ്രിഡ്ജ് സെൻറ്റ് ഇഗ്നാത്യോസ് ഏലിയാസ് തൃതീയൻ ജാക്കബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് ഇടവകയുടെയും അതോടൊപ്പം തന്നെ റെഡിച്ച് സെൻറ്റ് ജോസഫ്സ് യാക്കോബായ സുറിയാനിപ്പള്ളി ഇടവകയുടെയും ചുമതലക്കാരൻ എന്നുള്ള നിലയിൽ ഈ 3 പള്ളിയുടെയും ഒരു അനുശോചനം ഇപ്പോൾ കുടുംബത്തെയും അതോടൊപ്പം തന്നെ എത്രയും ബഹുമാനപ്പെട്ട ഡർബി പള്ളി ഇടവകയും അതോടൊപ്പം തന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ സിബിച്ചേട്ടൻ്റെ മാതൃ ഇടവകയായ വടകര സെൻറ്റ് ജോൺസ് യാക്കോബായ സുറിയാനിപ്പള്ളി ഇടവാംഗങ്ങളെയും അറിയിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. ഇതൊരു നഷ്ടമല്ല, ഇതൊരു മാറ്റം മാത്രമാണ്. നാമും ഈ ഒരു മാറ്റത്തിലേക്ക് അല്ലെങ്കിൽ ഇതുപോലൊരു അവസരത്തിലേക്ക് നാമും ചേരേണ്ടവരാണെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഓരോ മരണവും അതിനുവേണ്ടി നമ്മളെ ഒരുക്കുവാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനത്താൽ ദുഃഖിതരായിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആശ്വാസം നൽകട്ടെ. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നുവെന്നുള്ള കർത്താവിൻ്റെ ആ വലിയ വാഗ്ദത്തം ഹൃദയത്തെ കർത്താവിൻ്റെ സമാധാനം കൊണ്ട് ഈ ലോകത്തിലെ ഒരു വസ്തുവിനും ഈ ലോകത്തിലെ ഒരു സന്തോഷത്തിനും അവരുടെ ആ ദുഃഖം നികത്തുവാനായിട്ട് സാധ്യമല്ല. പക്ഷേ ദൈവത്തിന് സാധിക്കും. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധിക്കും. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ആ വലിയ സമാധാനം, കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഉദ്ധിതനായ കർത്താവ് തന്ന വലിയ സമാധാനം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും അതോടൊപ്പം തന്നെ നാട്ടിലുള്ള കുടുംബാംഗങ്ങളെയും മറ്റ് സുഹൃത്തുക്കളെയും എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. സിബി മോളെപ്പറമ്പിലിൻ്റെ ആകസ്മികമായ നിര്യാണത്തിൽ ഡർബിയിലെ സീറോ മലബാർ കമ്മ്യൂണിറ്റി സെൻറ്റ് ഗബ്രിയേൽ മിഷൻ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. സിബി ഡർബിയിൽ വന്ന കാലം മുതൽ അദ്ദേഹവുമായി എനിക്ക് വളരെ ഊഷ്മളമായ ബന്ധമാണ് ഉണ്ടായിരുന്നത്. എൻ്റെ ഭവനത്തിൻ്റെ അടുത്തായി ഉള്ള സ്ട്രീറ്റിലായിരുന്നു സിബി വന്ന നാളുകളിൽ താമസിച്ചിരുന്നത്. അക്കാലത്ത് അദ്ദേഹം എൻ്റെ വീട്ടിൽ വരികയും വളരെ ദീർഘമായി ഞങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്. സിബിയുടെയും എൻ്റെയും നാട്ടിലെ ജന്മദേശം ഏകദേശം അടുത്തടുത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ അദ്ദേഹം വളരെയധികം എന്നോട് നാട്ടിലെ കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. പിന്നീട് പല സാമൂഹിക സദസ്സുകളിലും അതുപോലെ തന്നെ കുടുംബ യോഗങ്ങളിലുമൊക്കെ വെച്ച് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അല്ലാതെ കാഷ്വലായിട്ടും ഒക്കെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ വളരെ സ്നേഹത്തോടുകൂടി വളരെ സന്തോഷവാനായിട്ട് ചിരിച്ചുകൊണ്ട് പലപ്പോഴും അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം വളരെ സൗമ്യനായിരുന്നു. വളരെ മാന്യമായി എല്ലാവരോടും ഇടപെടുന്ന ഒരു സ്വഭാവ വിശേഷത്തിൻ്റെ ഉടമയായിരുന്നു സിബി എന്ന് ഈ അവസരത്തിൽ ഞാൻ അനുസ്മരിക്കുന്നു. ഇപ്പോൾ സിബി നമ്മെ വിട്ടുപിരിഞ്ഞ് പോയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം സത്യത്തിൽ നമുക്ക് ആർക്കും ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്ന കാര്യമല്ല.
അത്രമാത്രം ഷോക്ക് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച അദ്ദേഹം ഈ ലോകത്ത് നിന്ന് പരലോകത്തേക്ക് കടന്നുപോയി എന്ന വാർത്ത നമ്മൾ കേട്ടപ്പോൾ നമുക്കെല്ലാവർക്കും ഉണ്ടായത്. സിബിയുടെ നിര്യാണം തീർച്ചയായും ഡർബിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ്. നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ വേദനാജനകവും ദുഃഖം നിറഞ്ഞതുമായ ഒരു കാര്യമാണ് എന്ന് എടുത്തു പറയാതെ വയ്യ. ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി അനുവിനും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ആ വേർപാട് നൽകിയിരിക്കുന്ന ശൂന്യത മാറി അവർ ജീവിതത്തിലേക്ക് തിരിച്ച് എത്തുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കണം, അവരെ സഹായിക്കണം എന്ന ഒരു ചിന്തയാണ് എനിക്കിപ്പോൾ പങ്കുവയ്ക്കുവാനുള്ളത്. സിബിയുടെ വേർപാടിൽ ഡർബിയിലെ സീറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ പേരിൽ, അതുപോലെ തന്നെ ഈ കമ്മ്യൂണിറ്റിയെ നയിക്കുന്ന വിൽഫ്രഡ് അച്ഛൻ്റെ പേരിൽ, കമ്മിറ്റിയുടെ പേരിൽ, അതുപോലെ തന്നെ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ഓരോ കുടുംബത്തിൻ്റെയും പേരിൽ, വ്യക്തിപരമായ എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ഉള്ള അഗാധമായ ദുഃഖവും അതുപോലെ തന്നെ അനുശോചനവും ഇതോടൊപ്പം രേഖപ്പെടുത്തുന്നു. കർത്താവിൽ പ്രിയ വിശ്വാസികളെ, മാർ ബസേലിയോസ് ചർച്ച് ജാക്കോബൈറ്റ് ഇടവകാംഗവും കമ്മിറ്റി അംഗവുമായിരുന്ന, അതിലുപരി ഞങ്ങളുടെ സഹോദരന് തുല്യനായിരുന്ന സിബി മോളെപ്പറമ്പലിൻ്റെ ആകസ്മികമായ നിര്യാണത്തിൽ ഇടവകയിലെ ഓരോ ദൈവമക്കളും പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആ മരണം മൂലം ആ കുടുംബത്തിലുണ്ടായിരിക്കുന്ന വിടവിനെ സർവശക്തനായ ദൈവം തമ്പുരാൻ്റെ സാന്നിധ്യം മൂലം പരിഹരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദൈവതിരുനാമത്തിൽ ഇടവകയുടെ പേരിലുള്ള അനുശോചനം അറിയിക്കുന്നു. ഇടവക സെക്രട്ടറി ബിന. നമ്മൾക്കേവർക്കും പ്രിയങ്കരനായ സിബി മേളമരലിൻ്റെ നിര്യാണത്തിലുള്ള അനുശോചനം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഡർബിയിൽ പള്ളി നടത്തിക്കൊണ്ടിരുന്ന സമയം മുതൽ എനിക്ക് അദ്ദേഹത്തെ അറിയാം. വളരെ നിഷ്കളങ്കനും സ്വാമ്യശീലനുമായ സിബി സ്നേഹത്തിലും ലാളിത്യത്തിലും എല്ലാവരെയും കീഴടക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. അതോടൊപ്പം തന്നെ കറതീർന്ന സഭാസ്നേഹിയും, സഭയ്ക്ക് വേണ്ടി ഒത്തിരി സേവനങ്ങൾ, അത് വടകര പള്ളിയിലാണെങ്കിലും ഡർബിയിലായിരുന്ന സമയത്താണെങ്കിലും സഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും മുന്നിൽ നിന്നിരുന്ന ഒരു ഉത്തമ സഭാസ്നേഹിയെ കൂടിയാണ് നമുക്ക് സിബിയുടെ നിര്യാണം മൂലം നഷ്ടപ്പെടുന്നത്. അതിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു. അനുവിനോടും ജോണിനോടും മാർക്കിനോടും ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങൾക്ക് ആശ്വാസം നൽകട്ടെ. സിബിയെ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടികളിൽ വിശുദ്ധന്മാരോടൊപ്പം നിത്യമായിട്ട് വസിക്കുവാൻ സിബിയുടെ ആത്മാവിന് കർത്താവ് ഇടമൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊക്കെയും അറിയാം, ഈ ഭൂമിയിലെ ജീവിതം നശ്വരമാണ്, അത് താൽക്കാലികമാണ്. നാം ഇന്നും എറ്റേണലായിട്ട് സ്ഥിതി ചെയ്യുന്നത് പിതാവാൻ ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. അവിടേക്കാണ് സിബി പോയിരിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ, ഉത്തമ വിശ്വാസത്തോടെ, പ്രത്യേകിച്ചും വ്യാഴാഴ്ച ഞാൻ അദ്ദേഹത്തിന് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി വിശുദ്ധ ബലി അനുഭവിക്കുകയായിരുന്നു. അതുകൊണ്ട് ഉറപ്പുണ്ട്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് കടന്നു പോയിരിക്കുന്നതെന്ന്. ആശ്വാസം നൽകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രേതാത്മാവിന് നിത്യമായ ശാന്തി നൽകുകയും ചെയ്യട്ടെ. ദൈവത്തിന് ദൈവാതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, എൽദോമാർ ബസേലിയോസ് ബാവായുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന യുകോയിലെ ഡർബി എൽദോമാർ ബസേലിയോസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ മുൻ മാനേജിംഗ് കമ്മിറ്റി അംഗവും ഈ പള്ളിയിലെ ഇടവക അംഗവും, അതുപോലെ തന്നെ നാട്ടിൽ കൂത്താട്ടുകുളം വടകര സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗവും ഇടവക അംഗവുമായ ശ്രീ സിബി മോളെപ്പറമ്പിൽ കർത്തൃസന്നിധിയിൽ ആക്കപ്പെട്ട വിവരം നാം എല്ലാവരും അറിഞ്ഞുവല്ലോ. ആ സിബി ചേട്ടൻ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് എല്ലാവരും പ്രാർത്ഥനയോടെ
ദൈവസന്നിധിയിൽ കണ്ണുനീർ പൊഴിച്ചു. പക്ഷെങ്കിൽ ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് ഇപ്പോൾ ദാസൻ നമ്മിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു. ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ എല്ലാവിധ അനുശോചനങ്ങളും ഇടവകയ്ക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ സമയത്ത് അറിയിക്കുന്നു. ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ ശുശ്രൂഷിച്ചതായ ഡോക്ടേഴ്സ്, നേഴ്സസ്, പ്രത്യേകിച്ച് മലയാളി നേഴ്സസ്, കരുതിയതായ എല്ലാ ആളുകളെയും ദൈവ തിരുമുമ്പാകെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സുറിയാനി സഭയ്ക്ക് അഭിമാനകരമായി ജനിച്ച് ജീവിച്ച് വളർന്ന് മക്കളെ നേർവഴിയിൽ നയിക്കുന്ന ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പള്ളിയിൽ വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്തിരുന്ന അദ്ദേഹം മാനേജിംഗ് കമ്മിറ്റി അംഗമായിട്ടും അതുപോലെ പള്ളിയുടെ എല്ലാ ദൈനംദിന കാര്യങ്ങളിലും ഇടപെട്ട് സഹകരിച്ച് പ്രവർത്തിച്ച് വന്നിരുന്നു. പുഞ്ചിരിയോടുകൂടി ഏത് കാര്യത്തെയും സമീപിച്ചിരുന്നതായ സിബിച്ചേട്ടന്റെ ആ ഒരു മുഖം ഒരിക്കലും മറക്കുവാനായിട്ട് ഡെർബിയിലെ ഇടവക മക്കൾക്ക് സാധിക്കുകയില്ല. കുടുംബത്തില് ആയിരിക്കുന്നതായ ആ ഭാര്യ അനുവിനെയും മക്കളായ ജോണിനെയും മാർക്കിനെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആ ഇടവകയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയുള്ള സ്നേഹവും നിശോചനവും ഈ സമയത്ത് ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഈ സങ്കടത്തിൽ പങ്കുചേർന്ന അഭിമന്യ പിതാവായ UK ഭദ്രാസനത്തിന്റെ ഇടവക മെത്രാപ്പൊലീത്ത മാത്യൂസ് മോർ അന്തിമോസ് തിരുമനസ്സുകൊണ്ട് അനുശോചന കൽപ്പന നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. അഭിമന്യ പിതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഡൽഹി ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലീത്തയായ അഭിമന്യ കുര്യാക്കോസ് മാർ യൂസേബിയസ് തിരുമനസ്സുകൊണ്ടും അങ്കമാലി മേഖലയുടെ ഭദ്രാസന മെത്രാപ്പൊലീത്തയായ എബ്രഹാം മാർ സേവ്യറിയസ് തിരുമനസ്സുകൊണ്ടും അനുശോചനം അറിയിച്ചിട്ടുള്ളത് ഇവിടെ അറിയിക്കും. ഈ വേദനയിൽ കുടുംബത്തോടൊപ്പം ചേരുന്നു. പ്രത്യേകിച്ച് അനുശോചനം അറിയിച്ച എല്ലാ ഇടവുകളെയും നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന വികാരിയന്മാരെയും ഭരണസമിതി അംഗങ്ങളെയും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഇടവയുടെ അയൽപ്പള്ളിയായ മാതാവിന്റെ നാമത്തിലുള്ളതായ സെന്റ് മേരീസ് ലെസ്റ്റർ യക്കോബായ പള്ളി ഈ കാര്യത്തിൽ ഏറെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തു നന്ദിയോടെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സഭയുടെ സെക്രട്ടറി ശ്രീ പീറ്റർ കെ ഏലിയ സാറ് അനുശോചനം രേഖപ്പെടുത്തി. UK-യിലെ വിവിധ പള്ളികളിൽ നിന്ന് പ്രാർത്ഥനയും ഈ സന്ദർഭത്തിൽ അനുശോചനം അറിയിക്കുകയും ചെയ്ത് നന്ദിയോടെ ഓർക്കുന്നു. എത്രയും ബഹുമാനപ്പെട്ട ബിജി അച്ഛൻ, അതുപോലെ തന്നെ ഫിലിപ്പ് അച്ഛൻ, അതുപോലെ അയർലൻഡിലെ ബഹുമാനപ്പെട്ട ജോബി അച്ഛൻ, സ്നേഹം നിറഞ്ഞ ജോബിൽ ശമാശൻ, ഇവരെ ഈ പട്ടക്കാരെല്ലാവരും സ്നേഹത്തോടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ പ്രാർത്ഥനാ വേളകളുടെ ശുശ്രൂഷകളെല്ലാം കൂടെ ചേർന്ന് ആശ്വസിപ്പിക്കുന്ന നന്ദിയോടെ ഓർക്കുന്നു. ദൂരെ നിന്നും ചാരയെന്നുമായി ശുശ്രൂഷകളിൽ സംബന്ധിക്കുകയും ശിവചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇടവകയിലെ എല്ലാ ആളുകൾക്ക് വേണ്ടിയിട്ടും നന്ദി പറയുന്നു. അതുപോലെ കുത്താട്ടുകുളം വടകര സെന്റ് ജോൺസ് പള്ളിയുടെ വികാരി ബഹുമാനപ്പെട്ട പോളച്ചൻ അതിയോടന്തം എല്ലാ കാര്യങ്ങളിലും ആത്മീയമായ നേതൃത്വവും ഉപദേശവും നൽകിയത് നന്ദിയോട് ഓർക്കുന്നു. ഡെർബി മലയാളി കമ്മ്യൂണിറ്റിയിലെ മലയാളി അസോസിയേഷൻ വളരെ ആത്മാർത്ഥമായി ഈ കാര്യങ്ങളെല്ലാം നേതൃത്വം നൽകി സഹകരിച്ച കാര്യം നന്ദിയോട് ഓർക്കുമ്പോൾ പരിശുദ്ധ സുറിയാനി സഭയോട് ചേർന്ന് കൗദാശിപരമായ ചേർന്നയുള്ളതായ കത്തോലിക്ക സഭയിലെ ഡെർബി കാത്തലിക് കമ്മ്യൂണിറ്റിയിലെ വികാരി വിൽഫ്രഡ് അച്ഛനും ആ കമ്മ്യൂണിറ്റിയിലെ സ്റ്റാബ് ബ്രദറും അതുപോലെ ആ ഇടവക അംഗങ്ങളും ഈ സന്ദർഭത്തിൽ ചേർന്ന് പ്രാർത്ഥിച്ച് ഈ സാന്ത്വനപ്പെടുത്തിയതിനെ ഓർത്ത് നന്ദിയോട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഇതിന്റെ ദൃശ്യ മാധ്യമങ്ങളിലൂടെ ഈ കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കുകയും ചെയ്ത എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഡെർബി പള്ളിയുടെ ട്രസ്റ്റി ശ്രീ മനോജ്, സെക്രട്ടറി ശ്രീ ബിനു, അതുപോലെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സർവോപരി എല്ലാ മെമ്പേഴ്സും, സർവോപരി നല്ലവരായ ഡെർബിയിലെ നാട്ടുകാരെ എല്ലാവരെയും നന്ദിയോട് ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കുടുംബത്തിന് വേണ്ടിയിട്ട്, അനുവിന് വേണ്ടിയിട്ടും ജോണിന് വേണ്ടിയിട്ടും മാർക്കിന് വേണ്ടിയിട്ടും നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും ദൈവരാജ്യത്തിൽ ഒന്നായി ചേർന്ന് സ്നേഹം നിറഞ്ഞ സിബിച്ചേട്ടനോട് ഒപ്പം
വീണ്ടും സ്വർഗരാജ്യത്തിൽ നമുക്ക് എല്ലാവർക്കും കണ്ടെത്തി ദൈവത്തിന് നന്ദി പറയുവാൻ ഇടയാകട്ടെ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും നന്ദിയും സ്നേഹവും കടപ്പാടും ഡർബി എൽദോമാർ ബെസേലിയോസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് വേണ്ടിയിട്ട് അർപ്പിക്കുന്നു. ദൈവത്തിന് തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമീൻ. എത്രയും ബഹുമാനപ്പെട്ട ഡർബി സെന്റ് ബേസിലിയോസ് പള്ളി വികാരി സിജു അച്ഛൻ, വടകര സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ എത്രയും ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ പോൾ പീച്ചിൽ അച്ഛൻ, ബഹുമാനപ്പെട്ട ബിജു അച്ഛൻ, ബഹുമാനപ്പെട്ട ഫിലിപ്പ് അച്ഛൻ, കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ സുബി മാണി മേളെപ്പറമ്പിൽ കർത്തൃസന്നിധിയിലേക്ക് കടന്നുപോയിരിക്കുന്നതായ ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷകളിൽ ഭാഗവാക്കാകുവാൻ ദൈവം എന്നെയും അനുവദിച്ചോർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സിബി കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് എൻ്റെ ഒരു ബന്ധുവായ പെൺകുട്ടിയെയാണ്. അനു എൻ്റെ പപ്പയുടെ ആൻറ്റിയുടെ മകൻ്റെ മകളാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2006 അവരുടെ വിവാഹം. അവരുടെ വിവാഹത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു നാട്ടിൽ വെച്ച്. പിന്നീട് അവരുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് വളരെ സന്തോഷപൂരിതമായ ഒരു വിവാഹ ജീവിതം, ഒരു കുടുംബ ജീവിതമാണ് അവർ നയിച്ചിരുന്നത് എന്നുള്ളതാണ്. സിബി മാണിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വളരെ നല്ലൊരു മാതൃകയുള്ള ഒരു വ്യക്തിയായിരുന്നു. കുടുംബജീവിതത്തിലും സഭാജീവിതത്തിലും സാമൂഹികവും സാംസ്കാരികവുമായ എല്ലാ തലങ്ങളിലും അദ്ദേഹത്തെക്കുറിച്ച് അടുത്തിടപഴകുമ്പോഴും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും ചർച്ചക്കാരിൽ നിന്നും എല്ലാം മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത് വളരെ വിനയവും വളരെ സ്നേഹവും ലാളിത്യവും എളിമയും ഉള്ള ഒരു വ്യക്തിത്വമായിട്ടാണ്. വടകര സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും സജീവ പങ്കാളിത്തമായിരുന്നു സിബിച്ചേട്ടൻ. വടകര പള്ളിയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമാണ് ഇപ്പോഴും. മാത്രമല്ല, അദ്ദേഹം കുടുംബമായി ലണ്ടനിൽ വന്ന കാലം മുതൽ സഭയോട് വളരെ ചേർന്ന് നിന്ന് തൻ്റെ കുടുംബത്തെ, തൻ്റെ മക്കളെ വിശ്വാസ ജീവിതത്തിൽ വളർത്തുന്നതിന് വളരെയധികം ശുഷ്കാന്തി കാണിച്ചിട്ടുള്ള ഒരു സഹോദരനാണ്. അതിലുപരിയായി വളരെ ശാന്തശീലനും വളരെ എളിമയും വിനയവും സ്നേഹത്തോടുകൂടി ബന്ധുമിത്രാദികളോടും സുഹൃത്തുക്കളോടും എല്ലാവരോടും ഇടപഴകുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാട് തികച്ചും വളരെ ദുഃഖകരമാണ്. ഇന്ന് ആ ഇടവകയ്ക്കും കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമെല്ലാം ഭൗതികമായി ചിന്തിക്കുമ്പോൾ വളരെ ഖേദകരവും നഷ്ടവുമായ ഒരു കാര്യമാണ്. എന്നാൽ വിശ്വാസ ജീവിതത്തിൽ നാം മുമ്പോട്ട് പോകുമ്പോൾ, നാം മുമ്പോട്ട് ജീവിക്കുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയിലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയിലുമാണ്. ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-25 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ അത് വന്നിരിക്കുന്നു. ഇത്രയും ബഹുമാനപ്പെട്ട സിബിച്ചേട്ടൻ്റെ കാര്യത്തിൽ ഈ വചനം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.
അല്ലെങ്കിൽ നാം വിശ്വസിക്കേണ്ടത് അതാണ്. ഏതൊരു മനുഷ്യനും ഈ ഭൂമിയിൽ നിന്ന് കർത്തൃസന്നിധിയിലേക്ക് വാങ്ങിപ്പോകുന്നതായ ഒരു സമയമുണ്ട്. എന്നാൽ സിബിച്ചേട്ടനെ കുറിച്ച് നോക്കുമ്പോൾ ഒരല്പം നേരത്തെയാണ് പോയത് എന്ന് ഭൗതികമായി ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആ കുടുംബത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അനു വളരെയധികം അടിയുറച്ച ദൈവവിശ്വാസവും മനോവിനയവും ദൈവസന്നിധിയിലും പ്രാർത്ഥനയിലും ആത്മീയ കാര്യങ്ങളിലുമെല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് ചെറുപ്പം മുതലേ മുമ്പോട്ട് പോകുന്ന ഒരു സഹോദരിയാണ്. അതുകൊണ്ട് തന്നെ ദൈവവചനം ആ മകളെയും അവരുടെ സന്താനങ്ങളെയും മുമ്പോട്ടുള്ള ജീവിതത്തിൽ ശക്തിപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവവചനത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് മക്കളെ വളർത്തുവാനും പഠിപ്പിക്കുവാനും ജോലി ചെയ്യുവാനും ഈ ദൂരദേശത്ത് അവർക്ക് നല്ല രീതിയിൽ ജീവിക്കുവാനുമുള്ള കൃപ, സമാധാനം, സന്തോഷം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷവും സമാധാനം നൽകുന്ന ഒരു കാര്യം ഡർബി ഇടവക, യാക്കോബായ സുറിയാനിപ്പള്ളി ഇടവക എല്ലാ മക്കളും എല്ലാ കുടുംബങ്ങളും സിജുവച്ചനോട് ചേർന്ന് സിജുവച്ചൻ്റെ കുടുംബവും ഇദ്ദേഹം സുഖമില്ലാതെ ഹോസ്പിറ്റലായിരുന്ന കാലഘട്ടം മുതൽ എല്ലാ ദിവസവും അന്വേഷിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും വേണ്ടതെല്ലാം ചെയ്യുകയും ഈ നിമിഷം വരെയും അദ്ദേഹത്തിൻ്റെ വേർപാടിലും എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന നടത്തിയും പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് മീഡിയയുടെ സഹായത്തോടെ സൂമിലും മറ്റുമായി ഓൺലൈനായി പ്രയറുകൾ നടത്തിയും നാട്ടിലുള്ള പുരോഹിത ശ്രേഷ്ഠന്മാരെ അതിൽ പങ്കുകൊള്ളിച്ചും കുടുംബാംഗങ്ങളെ പങ്കുകൊള്ളിച്ചും ബലഹീനനായ എനിക്കും അതിൽ പങ്കുചേരാൻ സാധിച്ചു എന്നുള്ളത് വലിയ ദൈവാനുഗ്രഹമായി ഞാൻ കണക്കാക്കുകയാണ്. ഈ അവസരത്തിൽ അച്ഛനോടും ലണ്ടൻ യാക്കോബായ സുറിയാനി പള്ളിയിലെ എല്ലാ വൈദിക ശ്രേഷ്ഠരോടും ഉള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. അതോടൊപ്പം എൻ്റെ നാട്ടിലുള്ള മാതാപിതാക്കളുടെ പേരിലും ബന്ധുമിത്രാദികളുടെ പേരിലും ഞങ്ങളുടെ കുടുംബക്കാരുടെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും എൻ്റെ അയർലൻഡിലുള്ള ഇടവകയുടെ പേരിലും സുഹൃത്തുക്കളുടെ പേരിലുമുള്ള അഗാധമായ ദുഃഖവും ഈ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലുള്ള അദ്ദേഹത്തോടുള്ള ആദരാഞ്ജലികളും അർപ്പിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും സിബിച്ചായനെയും അനുവിനെയും മക്കളെയും ആ കുടുംബത്തെയും അവരുടെ സുഹൃത്തുക്കളെയും അവരോട് കൂടെ ആയിരുന്ന അവരെ ശുശ്രൂഷിച്ചവരെയും എല്ലാവരോടും ഉള്ള നന്ദി ഈ വേളയിൽ അർപ്പിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ ആദരാഞ്ജലികൾ കർത്തൃനാമത്തിൽ അവരെ അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. അതിൽ പങ്കുചേരാൻ സാധിച്ചു എന്നുള്ളത് വലിയ ദൈവാനുഗ്രഹമായി ഞാൻ കണക്കാക്കുകയാണ്. ഈ അവസരത്തിൽ അച്ഛനോടും ലണ്ടൻ യാക്കോബായ സുറിയാനി പള്ളിയിലെ എല്ലാ വൈദിക ശ്രേഷ്ഠരോടും ഉള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. അതോടൊപ്പം എൻ്റെ നാട്ടിലുള്ള മാതാപിതാക്കളുടെ പേരിലും ബന്ധുമിത്രാദികളുടെ പേരിലും ഞങ്ങളുടെ കുടുംബക്കാരുടെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും എൻ്റെ അയർലൻഡിലുള്ള ഇടവകയുടെ പേരിലും സുഹൃത്തുക്കളുടെ പേരിലുമുള്ള അഗാധമായ ദുഃഖവും ഈ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലുള്ള അദ്ദേഹത്തോടുള്ള ആദരാഞ്ജലികളും അർപ്പിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും സിബിച്ചായനെയും അനുവിനെയും മക്കളെയും ആ കുടുംബത്തെയും അവരുടെ സുഹൃത്തുക്കളെയും അവരോട് കൂടെ ആയിരുന്ന അവരെ ശുശ്രൂഷിച്ചവരെയും എല്ലാവരോടും ഉള്ള നന്ദി ഈ വേളയിൽ അർപ്പിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ ആദരാഞ്ജലികൾ കർത്തൃനാമത്തിൽ അവരെ അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ധാരാളം ആകസ്മികതകളുടെ ഒരു ആകത്തുകയാണ്. ചില ആകസ്മികതകൾ നമ്മെ ചിന്തിപ്പിക്കും, ചിലതൊക്കെ നമ്മെ ഒത്തിരി വേദനിപ്പിക്കും. അതുപോലെ
വേദനിപ്പിക്കുന്ന ഒരു ആകസ്മികതയുടെ മധ്യത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സദൃശവാക്യത്തിൽ ഓർപ്പിക്കുന്നത് പോലെ ജനിക്കുന്നതിന് ഒരു കാലമുണ്ട്, ഈ ലോകത്തിൽ നിന്ന് വേർപെടുന്നതിന് മറ്റൊരു കാലമുണ്ട്. എന്നാൽ നമ്മുടെ കാലത്തിൻ്റെ ചിന്തകൾക്കപ്പുറത്ത് നാം നനയ്ക്കാത്ത നേരത്ത് ഒരുപക്ഷെ ചുറ്റും ഉണ്ടായിരുന്ന ജീവിത പങ്കാളിയോ മക്കളോ സുഹൃത്തുക്കളോ പോലും ചിന്തിക്കാത്ത ഒരു സമയത്ത് പ്രിയപ്പെട്ട സിബിച്ചേട്ടൻ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടിരിക്കുമ്പോൾ ദുഃഖിച്ചും വിലപിച്ചും ഇരിക്കുന്ന എല്ലാവരുടെയും വേദനയിൽ പങ്കുചേരുന്നു. അതോടൊപ്പം തന്നെ ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് സിബിച്ചേട്ടൻ ചില നല്ല മാതൃകകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒന്നാമതായിട്ട് സിബിച്ചേട്ടൻ ഒരു നല്ല മകനായിരുന്നു. ഒരു മകനെന്ന ശാരീരികവും മാനസികവുമായ പരിമിതികൾ മാറ്റിവെച്ചുകൊണ്ട് ക്യാൻസർ ബാധിച്ച അമ്മയെ അരുമയായിട്ട് ആ മകൻ ശുശ്രൂഷിക്കുന്നത് പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അവസാനം കുത്താട്ടുകുളം ദേവമാതാ ഹോസ്പിറ്റലിൽ അമ്മ രോഗത്തിൻ്റെ അവസാന നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കൈ ചേർത്ത് പിടിച്ച് അമ്മയുടെ നെഞ്ചോട് ചേർന്ന് നിന്ന് അമ്മ വിഷമിക്കേണ്ട, സാരമില്ലെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന മകനെയും പിന്നീട് അല്പനിമിഷങ്ങൾക്കപ്പുറത്ത് പ്രാണൻ വിട്ടുപോയപ്പോൾ അമ്മയെ കെട്ടിപ്പിടിച്ച് അലറിക്കരയുന്ന മകനെയും ഞാൻ കണ്ടതാണ്. അങ്ങനെ ഒരു നല്ല മകനായിരുന്നു സിബിച്ചേട്ടൻ. കൂടാതെ ഒരു നല്ല വിശ്വാസി കൂടെ ആയിരുന്നു സിബിച്ചേട്ടൻ. വടകര സെന്റ് ജോൺസ് ഇക്കോബായ സുറിയാനി പള്ളി കണ്ടനാട് ഭദ്രാസനത്തിലെ ഏറ്റവും പുരാതനമായ ദേവാലയങ്ങളിൽ ഒന്നാണ്. ആ ദേവാലയത്തിൽ യൂത്ത് അസോസിയേഷനിലും ഒക്കെ വളരെ സജീവമായി പ്രവർത്തിച്ച് പള്ളിയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായിട്ട് സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ചിരുന്നു സിബിച്ചേട്ടൻ. ഞാൻ പട്ടമേറ്റ് പുത്തൻ കുർബാന ചൊല്ലുന്നതിൻ്റെ തലേ ദിവസം എന്നെ വിളിച്ച്, അച്ഛാ, നിങ്ങൾ പുത്തൻ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നത് ദൈവം പെട്ടെന്ന് കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില പ്രശ്നങ്ങളുണ്ട്, പരിഹരിക്കപ്പെടുവാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതും എന്നെ വീണ്ടും വീണ്ടും വിളിച്ച് ഓർപ്പിച്ചതും ഞാൻ ഓർക്കുന്നു. അങ്ങനെ ഒരു നല്ല വിശ്വാസിയായിരുന്നത് കൊണ്ട് തന്നെയാണ് ജീവിതത്തിൻ്റെ പുതിയ മേഖലകൾ തേടി UK എത്തിയപ്പോഴും യക്കോബായ സഭയുടെ ദേവാലയവുമായിട്ട് അദ്ദേഹം അടുത്ത ബന്ധം പുലർത്തിയത്. ഇപ്പോൾ ഒരു നല്ല മകൻ എന്ന രീതിയിൽ, ഒരു നല്ല വിശ്വാസി എന്ന രീതിയിൽ നമുക്ക് നല്ല മാതൃക കാണിച്ചു തന്ന സിബിച്ചേട്ടൻ ലോകത്തിൽ നിന്ന് യാത്രയാകുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണമെന്ന് പറയുന്നത് ഒരു ഉറക്കം മാത്രമാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായിട്ട് നോക്കിപ്പാർക്കുന്ന ഒരു ഉറക്കം മാത്രമാണ്. ഈ യാഥാർത്ഥ്യത്തെ നമുക്ക് ഉൾക്കൊള്ളുവാൻ ശ്രമിക്കാം. ദൈവം തമ്പുരാൻ ദുഃഖിച്ചും വിലപിച്ചും ഇരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്തൃസന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്ന ആത്മാവിനെ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടിയിൽ പാർപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. Prayerful greetings and blessings to you, friends and family of Sibichatan from St. Gabriel Sirumalabar Mission, Derby. And we express our heartfelt condolences to you. Our thoughts and our prayers are with you at this difficult time. So for the friends and family of Sibichatan, we pray that may Jesus console you as he consoled the grief of Martha and Mary, who wept at the death of their brother
Lazarus. May God grant you courage, strength, peace at this time. Eternal rest grant unto Sibi Chertan, and let perpetual light shine upon him. May he rest in peace. May the souls of the faithful departed, through the mercy of God, rest in peace. Amen. കാണാമെനിക്കെന്റെ രക്ഷിതാവേ നിന്റെ തങ്ക മുഖം എന്റെ താതൻ രാജേ. കാണാമെനിക്കെന്റെ രക്ഷിതാവേ നിന്റെ തങ്ക മുഖം എന്റെ താതൻ രാജേ. ലോകമായയിൽ പെട്ടു വലഞ്ഞു ഞാൻ മേലോകവാഴ്ചയിൽ ദൂരസ്ഥനാ. അല്പായുഷ്കാലമീ ലോകത്തിൽ വാസം ഞാൻ പുല്ലോടു തുല്യമായി കാണുന്നിപ്പോൾ. കാണാമെനിക്കെന്റെ രക്ഷിതാവേ നിന്റെ തങ്കമുഖം എന്റെ താതൻ രാജേ. കാലന്റെ കോലമായി മൃത്യു വരുന്നെന്നെ കാലും കൈയും കെട്ടിക്കൊണ്ടു പോവാൻ. കണ്ണും മിഴിച്ചു ഞാൻ വായും തുറന്നു ഞാൻ മണ്ണോടു മണ്ണങ്ങു ചേർന്നിടണം. കാണാമെനിക്കെന്റെ രക്ഷിതാവേ നിന്റെ തങ്കമുഖം എന്റെ താതൻ രാജേ. എല്ലാ സാമർഥ്യവും പുല്ലിൻ്റെ പൂ പോലെ, എല്ലാ പ്രൗഢത്വവും പുല്ലു പോലെ. മർത്യന്റെ ദേഹത്തിനെന്തോരു വൈശിഷ്ട്യം, എന്തിനു ദേഹത്തിൽ ചാഞ്ചാടുന്നു. കാണാമെനിക്കെന്റെ രക്ഷിതാവേ നിന്റെ തങ്കമുഖം
എന്റെ താതൻ രാജ്യേ. വണ്ണം പെരുത്താലും മണ്ണിൻ നീരയത് കണ്ണിൻ്റെ ഭംഗിയും മായമായ കൊട്ടാരമായാലും വിട്ടേ മതിയാവും കോട്ടയ്ക്കകത്തേക്കും മൃത്യു ചെല്ലും. കാണാമെനിക്കെന്റെ രക്ഷിതാവേ നിന്റെ തങ്കമുഖം എന്റെ താതൻ രാജ്യേ. അയ്യോ അയ്യോ എന്നുള്ള അന്ത്യസ്വരമോർക്കി അയ്യോ എനിക്കൊന്നും വേണ്ട പാരിൽ. കർത്താവെനിക്കൊരു വാസസ്ഥലം വിണ്ണിൽ എത്ര കാലം മുൻപേ തീർപ്പാൻ പോയി. കാണാമെനിക്കെന്റെ രക്ഷിതാവേ നിന്റെ തങ്കമുഖം എന്റെ താതൻ രാജ്യേ. വീട്ടിൽ ചെന്നു ഞാൻ എന്നേക്കും പാർക്കും. ആ വീട്ടിൽ മൃത്യുവിനില്ലോർ വഴി. 10,000 കോടി ദൂതന്മാർ മധ്യേ ഞാൻ കർത്താവാമേശുവിൻ കൂടെ വാഴും. കാണാമെനിക്കെന്റെ രക്ഷിതാവേ നിന്റെ തങ്കമുഖം എന്റെ താതൻ രാജ്യേ. കാണാമെനിക്കെന്റെ രക്ഷിതാവേ നിന്റെ തങ്കമുഖം എന്റെ താതൻ രാജ്യേ. കാണാമെനിക്കെന്റെ രക്ഷിതാവേ നിന്റെ തങ്കമുഖം എന്റെ താതൻ രാജ്യേ. കാണാമെനിക്കെന്റെ
എന്റെ രക്ഷിതാവേ, നിന്റെ തങ്കമുഖം എന്റെ താതൻ രാജേ. മശിഹാനാഥ, ഞങ്ങളുടെ നിലവിളി കേട്ടിടേണേ. ഭൂവിൽ നിന്നും ഈ വ്യാധിയെ നീ പായിക്കേണേ. ഭീതിയാലങ്ങളുടെ അധരങ്ങൾ വിറകൊള്ളുന്നേ. നയനങ്ങൾ തൻ കാഴ്ചകളെല്ലാം മങ്ങിയിടുന്നേ. മനൂജബുദ്ധിക്കെല്ലാം അതിരുകൾ കൽപ്പിച്ചോനേ. അടിയാരുടെ തെറ്റുകൾ നീക്കി രക്ഷിക്കേണേ. ഇസ്രായേലിനെ കെടുതിയിൽ നിന്നും രക്ഷിച്ചിട്ട് കാനാൻ നാട്ടിൽ രക്ഷാമാർഗം കാണിച്ചില്ലേ. മിഥ്യാൻ ദേശത്തിൽ നിന്നവരെ രക്ഷിച്ചില്ലേ. ഹന്നാ തൻ്റെ യാചനകളെ നീ കൈക്കൊണ്ടില്ലേ. ദാവീദിൻ അനുതാപം നീ കൈക്കൊണ്ടില്ലേ. ശ്ലേമോൻ രാജന് ആലയഭാഗ്യം നൽകിയില്ലേ. ഏലീയായെ വിധവാകെ രക്ഷിച്ചില്ലേ. ഹിസ്കിയാവിനായുർദൈർഘ്യം കൂട്ടിയില്ലേ. നിനുവാക്കാരെ നൽനോമ്പാൽ നീ രക്ഷിച്ചില്ലേ. അവരോടൊപ്പം യോനായെ നീ പാലിച്ചില്ലേ. ബാബേൽ പ്രവാസത്തീന്നവരെ രക്ഷിച്ചില്ലേ. പിന്നെങ്ങനെ ഞങ്ങളുടെ യാചന കേൾക്കാതാകും. മാനൂജരൂപം പൂണ്ടതു ഞങ്ങളെ കാപ്പാനല്ലേ. തന്മൂലം ക്രൂശിൻ രക്ഷ ഞങ്ങൾക്കേകി. കാനാവിൽ അത്ഭുതവീര്യം മുതലേകിയ ഭാഗ്യം. കൂരുടൻ കുഷ്ഠൻ പക്ഷവാതക്കാരൻ നേകി. കാനാന്യ സ്ത്രീയുടെ വിശ്വാസം കൈക്കൊണ്ടില്ലേ. പിന്നെങ്ങനെ ഞങ്ങളുടെ യാചന തള്ളാനാകും. ശങ്കൂപ്പൊടിഞ്ഞ് കണ്ണീരോടെ യാചിക്കുന്നു. നാഥാവേഗം ഈ ദുരിതത്തിൽ നെറ്റിയിടേണേ. നാഥാ ഞങ്ങളുടെ അർത്ഥനകളെ നീ നിരസിക്കല്ലേ. പാപികളാകും ഞങ്ങളുടെ പിഴകൾ പൊറുത്തിയിടേണേ.
വിശുദ്ധർ സ്തുതിക്കും വീടേ, ദൈവമക്കൾക്കുള്ളാശ്രയമേ, പരിലസിക്കും സ്വർണ്ണത്തെരുവീഥിയിൽ അതികുതുകാലെന്നോ ഞാൻ ചേർന്നിടുമോ. പരിലസിക്കും സ്വർണ്ണത്തെരുവീഥിയിൽ അതികുതുകാലെന്നോ ഞാൻ ചേർന്നിടുമോ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേൻ, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേൻ, എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. മുത്തിനാൽ നിർമ്മിതമായുള്ള 12 ഗോപുരമേ, തവ മഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാ മമ കൺകൾ പാരം കൊതിച്ചിടുന്നേ. തവ മഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാ മമ കൺകൾ പാരം കൊതിച്ചിടുന്നേ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേൻ, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേൻ, എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. അന്ധതയില്ല നാടേ, ദൈവ തേജസ്സാൽ മിന്നും വീടേ, തവ വിളക്കാം ദൈവത്തിൻ കുഞ്ഞാടിനെ, അളവെന്നി പാടി സ്തുതിച്ചിടും ഞാൻ. തവ വിളക്കാം ദൈവത്തിൻ കുഞ്ഞാടിനെ, അളവെന്നി പാടി സ്തുതിച്ചിടും ഞാൻ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേൻ, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേൻ, എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. കഷ്ടതയില്ല നാടേ, ദൈവഭക്തരിൻ വിശ്രമമേ, പുകൾ പെരുകും പുത്തനെറുശലേമേ, തിരുമാർവിൽ എന്നോ ഞാൻ ചാരിയിടുമോ. പുകൾ പെരുകും പുത്തനെറുശലേമേ, തിരുമാർവിൽ എന്നോ ഞാൻ ചാരിയിടുമോ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേൻ, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേൻ, എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ
ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ ശുദ്ധവും ശുഭ്രവുമായി ഉള്ള ജീവജലനദിയിൻ ഇരുകരയും ജീവവൃക്ഷഫലങ്ങൾ പരിലസിക്കും ദൈവത്തിനുദ്യാനമേ. ഇരുകരയും ജീവവൃക്ഷഫലങ്ങൾ പരിലസിക്കും ദൈവത്തിനുദ്യാനമേ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമി. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമി. എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ. കർത്തൃസിംഹാസനത്തിൻ ചുറ്റും വീണകൾ മീട്ടിടുന്ന സുരവരരെ ചേർന്നങ്ങു പാടിടുവാൻ ഒരു മോദം പാരം വളരുന്നഹോ. സുരവരരെ ചേർന്നങ്ങു പാടിടുവാൻ ഒരു മോദം പാരം വളരുന്നഹോ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമി. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമി. എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ. തന്റെ ദൈവിക കൽപ്പനയാലും കർത്തൃഹിതപ്രകാരവും ഈ ദാസനെ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയാക്കിയ ദൈവം തമ്പുരാനെ തിരുസന്നിധിയിൽ നിന്ന് സ്വർഗീയ സേനകളുടെ സഹായം ഈ ദാസന് അയച്ചു കൊടുക്കണമേ. ഇവന്റെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്നതായി തൈലമുഖാന്തരം പോയാറിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്നു. പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പാളയങ്ങളിൽ നിന്നും ഇവൻ വഴുതി രക്ഷപ്പെടുമാറാകണമേ. പ്രകാശ ഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിലേക്ക് ഇവനെ ആനയിക്കുകയും ചെയ്യണമേ. ഇവൻ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ആരാധനയും പാടുമാറാകണമേ. പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സന്തോഷത്തിനും വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിനുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ നിത്യജീവന് വേണ്ടി തൈലം ഒഴിക്കപ്പെടുന്നു. ബാരക്കുമോർ ബസ്മോദാബോ ഉദാബ്രു വദുറുഹോ ഹായ കാദിശ്ര ഹായദൽവലം വൽമേലോലം വൽമീ ആമീൻ. കബറിൽ പൂകിടും അതിവീരൻ തന്നധികാരം ചെയ്യും. വിസ്മയമാശ്ചര്യം കൂറും ദൂതന്മാർ ചേരും. ചിതറിയൊരല്ലകിലും നേടും തേജസാത്മാവൊടുതനും നാശം കൂടാ ദുരേക്കും. ചാതുര്യത്തോട് ഭവനത്തെ മരണനുഗാതിൽ വെമ്പി
സൃഷ്ടിച്ചൊരു വിജ്ഞൻ സൃഷ്ടാവുന്നതരായ്മയും നിർഭരെ പദവികളിൽ നിന്നും ഭീകരരാഗം വിധികർത്താക്കളെ ഭരണത്തിൽ നിന്നും നീക്കുന്നു. മനുഷ്യാദി മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരുമെന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചത് ഈ മനുഷ്യനിൽ നിറവേറിയിരിക്കുന്നു. സ്വർഗത്തിലെ മാലാഖമാരും പ്രധാന മാലാഖമാരും സ്തുതിക്കുന്നത് പോലെ ബലഹീനരും മൺമേരുമായി ഞങ്ങളും സ്തുതിച്ചു പറയുന്നു. എല്ലാ കാലത്തും എല്ലാ സമയത്തും ഉയരങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനവും നിരപ്പും മനുഷ്യമക്കൾക്ക് നല്ല ശരണവും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരയേറ്റുന്നു. സർവശക്തികളായ ദൈവവും സ്വർഗീയ രാജാവ് സൃഷ്ടാവുമായ കർത്താവേ, നിന്നെ യേശുമിശിഹായ പുത്രനായിരിക്കുന്ന ദൈവമായ കർത്താവേ, പരിശുദ്ധ റൂഹായോട് കൂടെ നിന്റെ സ്തുതിയുടെ വലിപ്പം നിമിത്തം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനും തന്റെ പിതാവിന്റെ വലതുഭാഗത്ത് മഹത്വത്തോടു കൂടി ഇരിക്കുന്നവനുമായുള്ളവേ, നിന്റെ ചെവി ചായച്ച് ഞങ്ങളുടെ അപേക്ഷ കൈക്കൊണ്ട് ദയ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്തെന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു, പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനും പരിശുദ്ധ റൂഹായോട് കൂടെ യേശുമിശിഹായ നീ മാത്രം കർത്താവുമാകുന്നു. ആമേൻ. നിന്റെ കരുണയുടെ വാദം ഞങ്ങളുടെ നേരെ അടയ്ക്കരുതേ കർത്താവേ. ഞങ്ങൾ പാപികളാ, നിങ്ങൾ ഏറ്റുകളഞ്ഞ് ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്നേഹത്തിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ അടുക്കലേക്ക് തന്നെ ഇറക്കിക്കൊണ്ടുവന്നു. ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. അപ്പുവെടുത്ത് മാറ്റിയോ? ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ചെയ്യണമേ. പരിസ്മാപ്പെടണമേ. രാജ്യം വരണമേ. സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളുടെ അടങ്ങളും പാപങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവേശിക്കരുതേ. നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വനാമങ്ങൾക്കും പിതാവിനും സത്യേകദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ തന്റെ പിതാവിനോട് സമത്വമുള്ളവനും താൻ മുഖാന്തരമായി സകലവും നിർമ്മിക്കപ്പെട്ടവനും
മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായന്റെ മാതാവായ വിശുദ്ധ കന്യാമറിയാമെന്നും ശരീരയായി തീർന്നു. മനുഷ്യനായ പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു. കഷ്ടത അനുഭവിച്ചു മരിച്ചു അടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതു ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാനായിട്ട് തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നു തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ ശിംശിയായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോട് കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാർ സ്ത്രീകന്മാർ മുഖാന്തരം സംസാരിച്ചതുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകൃതായാലും കാതോലികവും ശ്ലൈകികവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനും മാമോദീസ ഒരിക്കലും ഞങ്ങളെ പറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിന് വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യോ. വയലിൽ പൂച്ചെടി പോലെ ശരണാത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻവർക്കും നൽകുന്നു. അവരുകളുള്ളിൽ നീങ്ങവരോട് എഴുന്നേറ്റു ഇടുന്നു. എന്റെ ശരീരം ഭക്ഷിച്ചെന്നക്തം പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തിട്ട് മരിച്ചതു ഞാനെന്നും കാത്ത തന്നരുളിന് മഹത്വം കൊണ്ടാടി മരിച്ചോരും കൈക്കൊണ്ടിടണം. കൈമുത്തി മണ്ണ് പൊടിയെടുത്ത് കുഴിയിൽ ചുറ്റി വന്ന് ഇതാണ് മണ്ണ്. മണ്ണിടാനുള്ളവരെല്ലാവരും ചുറ്റിപ്പോരേട്ടോ. വരുമല്ലോ നടന്നുവരാണോ? ആ ഇങ്ങനെ ചുറ്റിപ്പോരെ നടന്നു. എല്ലാവരും ചുറ്റി മണ്ണിട്ട് കോപേനുടയും മടിയിൽ പാർക്കണമേ അവനും വരുവോ നമ്രതർന്നുയിരും സുതനെന്നു ശരീരാ മക്കൾ പാടണമേ. അവർ ഈ സൈഡിൽ വന്നിട്ട് ഇവിടെ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും നാം എല്ലാവരോടുകൂടെയും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന മകനോന്റെ ആത്മാവിനോടുകൂടെയും ഇന്നലെ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. തിരിച്ചേട്ടൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
ആദ്യോടന്തം ദേഹത്തെ ശുശ്രൂഷിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് ദുഃഖം രേഖപ്പെടുത്തി അനുശോചനം രേഖപ്പെടുത്തി എല്ലാവരെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒറ്റ വാക്കിൽ നന്ദി പറയുകയും ചെയ്യുന്നു. വൈകിട്ട് 8 മണിക്ക് ലൈവിൽ നോർമൽ പോലെ സന്ധ്യാപ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതായിരിക്കും. താങ്ക് യു. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി. കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി. കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ
പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കുടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ